ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു അസ്നാസ് കിച്ചൺ. ഇന്നതാ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ പലഹാരമായിട്ടുള്ള അരിയുണ്ട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സിമ്പിളാണ്, പെട്ടെന്ന് വൈകുന്നേരത്തെ സ്നാക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഒരു കപ്പ് പുഴുക്കലരിയാണ്. അതായത് നമ്മൾ ചോറ് വെക്കുന്ന അരി, പുഴുങ്ങലരി എടുക്കുക. അതിനുശേഷം ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. 2-3 പ്രാവശ്യം എന്തായാലും കഴുകി വൃത്തിയാക്കിയെടുക്കുക. അതിനുശേഷം വെള്ളം ഒരു തരിപ്പയിലോ അല്ലെങ്കിൽ ഓട്ടപാത്രത്തിലോ വെച്ച് വെള്ളം വാർത്തെടുക്കുക. അപ്പോൾ ആ വെള്ളം വാർത്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നമ്മുടെ ഫ്രൈ പാനോ അല്ലെങ്കിൽ മൺചട്ടിയോ എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മുടെ അരി കഴുകി എടുത്തത് കുറേശ്ശെയായി വറുത്തെടുക്കണം. അപ്പോൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വലിഞ്ഞതിന് ശേഷം ഇത് നന്നായി ക്രിസ്പി ആയിട്ട് ഇതുപോലെ അരിമണികൾ വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മൾ അരിമണി ഒരു ട്രിപ്പ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ രൂപത്തിലാവണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതങ്ങ് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാൻ അടുത്ത ഇതിലേക്ക് എടുക്കുന്നത് 1 കപ്പ് തേങ്ങയാണ്, ചിരകിയ തേങ്ങ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് റോസ്റ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം 1/4 കപ്പ് നിലക്കടല, അത് വറുത്തതാണെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചട്ടിയിലിട്ടതുപോലെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ നമ്മളതെല്ലാം വറുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ അരിമണിയും നിലക്കടലയും തേങ്ങയും ഒക്കെ. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിക്കാം. ഇനി അതെല്ലാം സെപ്പറേറ്റ് ഇത് പൊടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ശർക്കരയാണെങ്കിൽ ശർക്കര എടുക്കുക, പഞ്ചസാരയാണെങ്കിൽ പഞ്ചസാര എടുക്കുക. ഇപ്പം ഞാൻ മിക്സി ജാറിലേക്ക് കുറേശ്ശെയായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പം ഞാൻ ഇതൊക്കെ കുറേശ്ശെയായി പൊടിച്ചെടുക്കുകയാണ്. അതിൽ ഒരു ട്രിപ്പിൽ ഞാൻ നമ്മുടെ പഞ്ചസാരയില്ലേ, അതൊരു 1/4 കപ്പോളം പഞ്ചസാര ഇതിലേക്കിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു അരിമണികൾ അരിയും നിലക്കടലും തേങ്ങയും നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ശർക്കരയാണെങ്കിൽ ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഉരുക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വൈകുന്നേരങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. ഇതിന് ഉരുളകളാക്കി എടുക്കാതെ തന്നെ നമുക്ക് കഴിക്കാനും ടേസ്റ്റാണ്. ഇതിലേക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ കാഷ്യൂനട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അതിൽ ഓരോ പീസ് എടുത്ത് ഇതുപോലെ കുറേശ്ശെ എടുത്ത് ഉരുളകളാക്കി എടുത്തു. അതിലേക്കൊരു കാഷ്യൂനട്ടും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് മുകളിലായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ ഓരോ ഉരുളകളും ഞാൻ അരിയുണ്ട റെഡിയാക്കി എടുക്കാം. ഇതിലേറെ ഉഷാറായിട്ട് വലിയ ഉരുളകളാക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ അരിയുണ്ട ഫൈനലായിട്ട് ഓരോ ഉരുളകളും റെഡിയാക്കി എടുക്കുകയാണ്. അപ്പം നമ്മുടെ അരിയുണ്ട ഈസി റെസിപ്പി അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയായിട്ട് വീണ്ടും വരാം. ബായ്.